ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും മിൽക്ക് കേക്ക് അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, ബദാം മിൽക്ക് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബദാം മിൽക്ക് കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഈ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം മുട്ടയും വാനില എസൻസും ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്തത് ഇതുപോലെ കുറച്ച് വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും വാനില എസൻസും കൂടി ഇതുപോലെ നല്ലൊരു ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ, ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ബദാം മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ടൈഗറിൻ്റെ ബദാം മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5-6 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചും അതുപോലെ നമ്മുടെ ഈ ബാറ്ററിൻ്റെ ഒരു കളറിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്, പൊടി കട്ട കെട്ടില്ല. എന്നിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്ത പൊടി മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ 1/2 കപ്പ് പൊടി 3 ബാച്ചായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഈ ഒരു കേക്കിനുള്ളത്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിൽക്ക് കേക്കിന് നമുക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തൊരു കേക്കാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൺവെൻഷൻ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ട സമയം. പിന്നെ ഓരോ ഓവനിൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. ഇനി കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ട മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബദാം മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഫ്ലേവർ അനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമുക്ക് ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് വിപ്പിഡ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം പിസ്താച്ചിയോ ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈഡ് റോസ് പെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്